Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്താൽ നാം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇത് ശുദ്ധീകരിക്കുന്ന വചനമാണ്, അനുഗ്രഹിക്കുന്ന വചനമാണ്, ഒരു വ്യക്തിയുടെ സ്ഥിതി മാറ്റുന്ന വചനമാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമുണ്ട്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കും. കണ്ണുകളെ അടയ്ക്കുക. ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങണം. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സഹായിക്കണം. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം വ്യാപരിക്കണം. അവരുടെ ഇരുട്ടുകൾ മാറണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാം. ഗോഡ് ബ്ലെസ് യു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. 3 കാര്യങ്ങൾ ധന്യനായ പൗലോസ് വെളിപ്പെടുത്തി തരികയാണ്. 1, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. 2, അതിനായി ജാഗരിക്കുക. 3, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. നമുക്ക് വചനത്തിലിട്ട് വരാം. പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പം 6-ാം അധ്യായത്തിലെ പ്രധാന വിഷയം അറിയാം നിങ്ങൾക്ക്. ഒടുവിൽ 10-ാമത്തെ വാക്യം ഇങ്ങനെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. അപ്പം നമ്മൾ കർത്താവിലും അവൻ്റെ ബലത്തിലും വേണം എന്ത് ചെയ്യാനായിട്ട്? ശക്തിപ്പെടാനായിട്ട്. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ എന്ത് ചെയ്യണം? ശക്തിപ്പെടുവീൻ. എന്നിട്ട് എന്ത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. പിശാച് തന്ത്രപരമായാണ് കുടുംബങ്ങളെ കീഴടക്കുന്നത്, വ്യക്തികളെ കീഴടക്കുന്നത് തന്ത്രപരമായിട്ടാണ്. അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് പൗലോസ് വെളിപ്പെടുത്തി തരുന്നത്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും കൂടാരത്തിനകത്ത് സാത്താൻ തന്ത്രപരമായി പദ്ധതികൾ മെടഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ തന്ത്രങ്ങളെ ദൈവമക്കൾ തിരിച്ചറിയുന്നവരാകണം. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിനകത്ത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗമുണ്ട്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞാൽ സാത്താൻ വളരെ തന്ത്രപരമായിട്ടാണ് കുടുംബങ്ങളെ എന്ത് ചെയ്യുന്നത്? ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി കളഞ്ഞു. എത്രയോ ആരോഗ്യമുള്ളവരെ ആരോഗ്യമില്ലാത്തവരാക്കി മാറ്റിക്കഴിഞ്ഞു. എന്താ കാര്യം? തന്ത്രപരമായി കുടുംബങ്ങളെ പിശാച് തകർക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ നാം എന്തു ചെയ്യണമെന്നാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. നാം ധരിക്കേണ്ട സർവായുധ വർഗങ്ങളുടെ ലിസ്റ്റ് ഈ 10-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം മുതൽ താഴോട്ടുണ്ട്. ആ ഭാഗം വായിച്ച് ധ്യാനിക്കണം. പക്ഷേ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. നല്ല രാമീൻ പറഞ്ഞാട്ട് എന്ത് ചെയ്താട്ട്? ഏതു നേരത്തും, എല്ലാവരോടും ചേർത്ത് പറഞ്ഞു, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് സത്യം പറയുക, നിങ്ങളുടെ ബുദ്ധിക്കും കഴിവിനും ഒക്കെ ഒത്തിരി അപ്പുറമാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. നിങ്ങൾ ഒരു കാര്യത്തിന് മടുപ്പ് വരരുത്, മുടക്കം വരരുത്, തടസ്സം വരരുത്. മടുപ്പും മുടക്കവും തടസ്സവും എന്ത് ചെയ്യരുത്? പ്രാർത്ഥനയെ വരരുത്. ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് പ്രയറിന് വരാൻ സാധ്യതയുള്ളത്. 1 മടുപ്പ്, 2 മുടക്കം, 3 തടസ്സം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു കാര്യത്തിന് കുറേ നാൾ പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് തള്ളരുത്. വീണ്ടും അതിന് പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം.
എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവി പ്രാർത്ഥിക്കണം. ചിലർ പറയും എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല. നടന്ന് പ്രാർത്ഥിച്ചോ. നടന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല, കിടന്ന് പ്രാർത്ഥിച്ചോ. കിടന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല, ഉരുണ്ട് പ്രാർത്ഥിച്ചോ. എങ്ങനെ വേണേ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചാൽ മതി. കുളിക്കുമ്പം പ്രാർത്ഥിക്കാം, നനയ്ക്കുമ്പം പ്രാർത്ഥിക്കാം, തേങ്ങാപ്പീല ചതയ്ക്കുമ്പം പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, അമ്മി വണ്ടി ഓടിക്കുമ്പം പ്രാർത്ഥിക്കാം. പക്ഷെ വണ്ടി ഓടിക്കുമ്പം പ്രാർത്ഥിക്കുമ്പോൾ റോഡെ നോക്കിക്കോണം. മിണ്ടുന്നില്ല. അയ്യോ ഞാൻ ഇടിച്ചു കഴിയുമ്പോൾ അയ്യോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നും പറയല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടെ, നമ്മൾ ഏത് നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ സ്ഥിതിക്കത് മാറ്റം വരുത്തണമെന്ന്? ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയർ ആവശ്യമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ട് ആത്മാവി പ്രാർത്ഥിക്കണം, ആത്മാവി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും ആത്മാവി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് നമ്മുടെ സബ്ജക്റ്റ്. എല്ലാവർക്കും ആത്മാവി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കുറച്ച് പേരൊക്കെ ആത്മാവിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാവിൽ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ എന്നായിരിക്കും? അല്ലേ? അപ്പം എല്ലാവർക്കും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവത്തിന് ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആത്മാവിൽ ജനിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വീണ്ടും ജനനം. പത്രോസ് പറയുമ്പോൾ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കണം. അതായത് ശരിയായ മാനസാന്തരം ഉണ്ടായ വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ പ്രകടനമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതാ പ്രാർത്ഥന. ചിലരോട് കർത്താവ് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതുവരെ നടക്കാത്ത വിടുതലുകൾ സംഭവിക്കും. നമുക്ക് വേദപുസ്തകത്തിലെ ഒരു വാക്യത്തോടെ ഇന്നത്തെ ധ്യാനം തുടങ്ങാൻ. എനിക്കറിയാം വലിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ പോയി. റോമർക്ക് എഴുതിയ ലേഖനം എടുക്കാം, 8-ാം അധ്യായം എടുക്കാം. 9-ാമത്തെ വാക്യത്തോടെ ധ്യാനം തുടങ്ങുന്നു. റോമൻ ചാപ്റ്റർ 8 വേഴ്സ് 9. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വചനം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പം നമുക്ക് ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അതായത് ജഡസ്വഭാവവും ഉണ്ട് മനുഷ്യനിൽ. എന്തും ഉണ്ടാകണം? ആത്മസ്വഭാവവും. എല്ലാവരും ഒന്ന് പറഞ്ഞ ആത്മസ്വഭാവം എന്ന് പറഞ്ഞ ആത്മസ്വഭാവം. ജഡസ്വഭാവം ഉണ്ട്. ഈ 5-ാമത്തെ വാക്യം പോലെ ഒന്ന് വായിക്കാം. 5-ാമത്തെ വാക്യം മുതൽ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. 2 സ്വഭാവങ്ങളാണ്. ഒന്ന് ജഡത്തിന്റെ സ്വഭാവം, 2 ആത്മാവിന്റെ സ്വഭാവം. ഹല്ലേലൂയ. നമ്മൾ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നൊരു ഭാഗം പറയാം. ജഡത്തിൽ വസിച്ചുകൊണ്ട് ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. ഒന്നുകൂടെ പറയാം, ജഡത്തിൽ നാം വസിച്ചുകൊണ്ട് എന്തുണ്ടാകണം? ഈ ചിലർ പറയത്തില്ലയോ സ്വഭാവം വലിയ വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം മനസ്സിലായോ? ചിലർ പറയാറുണ്ട്, ഓ അച്ഛനെ കണ്ട അടിപൊളിയാണ്, പക്ഷെ സ്വഭാവം അത്ര ശരിയല്ല. ഉണ്ടെന്നില്ല. ഞാൻ വലിയ കാര്യം പറയാം. അപ്പം ജഡസ്വഭാവമുള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ഏറെ സ്വതന്ത്രം പോകുന്നു. ഞാൻ പറഞ്ഞില്ലയോ? സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് ഏറെ നല്ലതാ. ഒരു നല്ല ഹാല്. ഇത്രയൊക്കെ പണ്ട് നമ്മൾ എന്തുവായിരുന്നു? അയ്യോ കൊള്ളാത്ത സ്വഭാവം. ഈ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ കാട്ടുമരത്തിൻ്റെ സ്വഭാവമായിരുന്നു. ഹല്ലേലൂയ. ആ നമ്മളെ ഒടിച്ചെടുത്ത് എന്തിനോട് ഒട്ടിച്ചു? നാട്ടൊലിവിനോട് ഒട്ടിച്ചു. ഹല്ലേലൂയ. പത്രോസ് പറയുമ്പോൾ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയുക, ചില സ്വഭാവ മാറ്റങ്ങളൊക്കെ നമ്മൾ നടത്തണം. ഈ നമ്മളെ സ്വഭാവ മാറ്റം എന്ന് പറയുമ്പോൾ മനസ്സിലായോ? ഈ നമ്മൾ അടുത്തിരിക്കുന്ന ആളെയാണ് നോക്കുന്നത്. അയ്യോ പുള്ളിയുടെ സ്വഭാവം മാറാനുണ്ട്. അപ്പം നോക്കുന്നത് നിങ്ങളുടെ സ്വഭാവമോ? ഞാൻ നിങ്ങളുടെ കാര്യം സ്നേഹത്തോടെ എന്നിട്ട് കാര്യം പറയാം. ഈ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം. എപ്പോഴും ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ ഒത്തിരി ഇന്നസെൻ്റ് ആയിരിക്കണം. ഒരാമി പറഞ്ഞാട്ട് നിഷ്കളങ്കരായിരിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഈ ചിലർ വചനം പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാവും. ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകണം. മനസ്സിലാവും? ചുമ്മാ ഒരു കോഴി പോയേ ഉള്ളൂ, പത്രോസ് കൂത്തിയിരുന്ന് കരയുക. മനസ്സിലായി? ചിലർക്ക് ആന അറിയാലും കരയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? പത്രോസ് ഒരു കോഴി പോയപ്പോൾ എന്ത് ചെയ്തു? അയ്യോ തെറ്റിപ്പോയേ കർത്താവ്. അപ്പം എന്താണെന്നറിയോ? ഈ ദൈവവചനം കേൾക്കുമ്പം ഓരോ ദൈവമക്കളിലും മാറ്റങ്ങൾ വരണം.
ഒരു ഫീലിങ്ങും ഇല്ലെങ്കിൽ ഓർത്തോണം അത് വേറെ അസുഖമാണ്, അതിന് മരുന്ന് വേറെയാണ്. അപ്പം നിങ്ങൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾ പ്രസംഗിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കും. ഞാനൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഒന്ന് എൻ്റെ എന്തെല്ലാം കുഴപ്പങ്ങളാണ് കാണിച്ചു തരുന്നത് ഈ പ്രസംഗത്തിനിടയ്ക്ക്. മിണ്ടുന്നില്ല. ഈ കർത്താവിൻ്റെ ഒരു പ്രത്യേകത പറയാം, ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എത്ര അടുത്താലും തീരത്തില്ല, എത്ര ശുദ്ധീകരിച്ചാലും തീരത്തില്ല, പിന്നെയും നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ നിങ്ങളോട് പറയുക, എപ്പോഴും ഓർക്കണം, ദൈവം ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിച്ചിറങ്ങി വരത്തില്ല, മറിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവം ത്യജിച്ച് ദൈവത്തിങ്കിലേക്ക് കയറി ചെല്ലണം. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ രീതി ഒന്ന് കൈ കൊടുത്ത് പോലെ രീതി ഒന്ന് മാറ്റാൻ ശ്രമിക്കാമോ എന്ന് ചോദിച്ചേ, ഒന്ന് ചിരിച്ചോണ്ട്. അത് ഇന്ന രീതിയാണെന്നൊന്നുമല്ല. ശ്രദ്ധിച്ചേ, ഇപ്പം ഞാനൊരു ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ പറയാം. ഇപ്പം നിങ്ങൾക്കൊരു സ്വഭാവക്കുഴപ്പമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സ്വഭാവക്കുഴപ്പം നിങ്ങൾ പാപിയാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സ്ഥാനം. അങ്ങനെയുള്ളവർ അങ്ങനെ എടുത്തു. അല്ലാതെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ജീവിതത്തിൽ ഒന്ന് വരുത്തി കൊടുത്താൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെയിറ്റ് ചെയ്യുക. എന്നോട് പറയാം, ഇങ്ങനെ നിങ്ങൾ ഇരുന്നാൽ പോരാ. ഹല്ലേലൂയ. നിങ്ങളെ ഇതിനെക്കാട്ടി വലിയൊരു ലെവലിലേക്ക് യേശുവിനെ കൊണ്ടുപോകണം. കൊണ്ടുപോയാലേ പറ്റൂ. ഈ വർഷം നിങ്ങളുടെ മേൽ വരേണ്ട എല്ലാ ബ്ലെസ്സിങ്സും ഒരാമയും പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പം നിങ്ങൾ ഓർക്ക് ഈ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളെന്ന് മനസ്സിലായി. ഇപ്പം ചിലർ ചോദിക്കുക, പാസ്റ്റർ ആർക്കാണ്ടിട്ട് കൊടുക്കുക. ഞാൻ സത്യം പറയാം, ഇന്ന് വരെ വചനം എടുത്ത് ആർക്കും കൊടുത്തിട്ടില്ല. ചിലർ പറയും കൊടുത്തോ. അത് വിവരമില്ല ഞാൻ പറയുന്ന വചനം ആർക്കും കൊടുക്കാനുള്ളത് സ്നേഹത്തോടെ പറയാനുള്ളതാണ്. പരദേശിയായാലും ഉപദേശിയായാലും വചന നിന്നെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ, ഹല്ലേലൂയ, നിന്നിൽ ഇച്ചിരി മാറ്റങ്ങൾ വരുത്തിയാൽ, ഇച്ചിരി വ്യത്യാസങ്ങൾ വരുത്തിയാൽ അടുത്തൊരു ലെവലിലേക്ക് നീ ഉയരും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, എടാ ഇത്രയും ക്ഷമിച്ചപ്പം ഞാൻ ഇങ്ങനായേ, ഇനി കർത്താവ് ക്ഷമിച്ച പോലെ. അതുകൊണ്ടല്ലയോ ചിലരൊക്കെ എന്നാ പറഞ്ഞാലും അങ്ങ് ക്ഷമിച്ച് കുനിഞ്ഞിരിക്കുക, മിണ്ടുന്നില്ല. എന്നാ കാര്യം പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഈ വർഷം മുഴുവൻ എന്തോ ചെയ്തോണം. ഒരു വർഷം ക്ഷമിക്കാൻ പഠിച്ചാൽ പിന്നെ ഒരു ജന്മം ക്ഷമിക്കാൻ പഠിക്കും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. മറ്റേ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ സൈഡൊക്കെ തരാതിരുന്ന ഓണടിച്ച് മുമ്പോട്ട് ഇരുന്ന് ചവിട്ട് നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് ഒരു കുലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ വണ്ടിക്കാരൻ ചെയ്താൽ പോലും ഞാൻ ഇപ്പോൾ ഓടിക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ പിള്ളേർ വല്ല വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണിച്ച് പറയും, മക്കളെ പോട്ട ക്ഷമിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് കൈ കൊടുത്ത ചോദ്യം, ഇച്ചിരി മാറ്റം ഒന്ന് വരുത്താമെന്ന് ചോദിച്ചേ. ഒരു കാര്യത്തിലൊന്നുമല്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കാം, നിങ്ങളുടെ പ്രശ്ന പരിഹാരം ചെറിയ കാര്യത്തിൽ തീരും. 40 ദിവസമായി ഇസ്രായേലിലെ പാളയത്തിൽ ഒരുത്തൻ വെല്ലുവിളിക്കുക, ഇസ്രായേലിലെ പാളയം വിറച്ചു നിൽക്കുക. എന്നാൽ ആത്മക്കാഴ്ചയുള്ള ദാവീദിന്റെ കയ്യിലെ കുഞ്ഞു കല്ല് മതി അത് തീരാൻ. ആത്മാവിൽ നിന്നെ ഒന്ന് അഭ്യസിപ്പിക്കാൻ പോവുക. ചിലരോട് ആത്മാവി വിളിച്ചു പറയാനുണ്ട്, പലരെയും ഭയപ്പെടുന്ന ചിലത്തിന് ഒരു കുഞ്ഞു കല്ല് തീരാനുള്ള മറുപടിയാ. ഹല്ലേലൂയ. നോക്കിയേ, ഒത്തിരി പേരെ ഭീഷണിപ്പെടുത്തിയ ശത്രു താഴെ വീഴാൻ ഒരു കുഞ്ഞു കല്ല് പ്രാർത്ഥിക്കുന്നവന്റെ കൈ കിട്ടിയാൽ മതി. ഞാൻ ആ വചനത്തെ ഒന്ന് വ്യാഖ്യാനിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണേ, നിന്റെ വലിയ പ്രശ്നത്തെ ഒതുക്കാൻ ഒരു കുഞ്ഞാ കല്ല് നീ കയ്യിലെടുക്കണം. എന്താ ആ കല്ല്? വചനമാ. എന്നിട്ട് എന്ത് ചെയ്യണം? നീ നിന്റെ കൈ കൊണ്ട് ആ പ്രശ്നത്തിനകത്തോട്ട് ആ കല്ലിനെ ഒന്ന് ഇടണം. നിന്റെ രോഗത്തിനകത്തോട്ട് ആ കല്ലിനെ ഒന്ന് ഇടണം. നിന്റെ കടഭാരത്തിനകത്തോട്ട് ആ വചനത്തെ ഒന്ന് ഇടണം. എനിക്കെന്തോ പരിഹാരമില്ലാത്ത പലതിനും ഇന്നത്തെ പകൽ ദൈവം പരിഹാരം തരത്തക്ക രീതിയിൽ കണ്ടോ എവിടൊക്കെയോ ഇത് സന്നോട്ടിരിക്കുന്ന ചിലരുടെ മേൽ, ചിലരുടെ കുടുംബത്തിനകത്ത് പരിഹാരത്തിന് മിനിറ്റുകളാകാൻ പോകുന്നു. അപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മൾ മാറ്റം വരുത്തിയാൽ മാത്രം മതി. നമ്മുടെ ആത്മക്കണ്ണ് തുറക്കണം, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാകണം. ഞാൻ അവിടെ ഇടയ്ക്ക് വരാൻ പോകും. അപ്പം ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം ജഡത്തിൻ്റെ ചിന്തയുണ്ട്, ആത്മാവിൻ്റെ ചിന്തയുണ്ട്.
ജഡത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, ആത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് എന്തിലേക്ക് വരണം? ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് വരണം. അപ്പം സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തണം. സ്വഭാവത്തിൽ റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ. കണ്ടോ, ശ്രദ്ധിക്കണേ, നീ സ്വഭാവത്തിൽ ഭയങ്കര കുഴപ്പമുള്ള ആളായിരുന്നു. നിന്നെ മുറിച്ചെടുത്ത് എന്ത് ചെയ്തു? സ്വഭാവത്തിന് വിരോധമായ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചു. എത്ര നല്ല പ്രവൃത്തിയാ കർത്താവ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിന്നിൽ നിന്ന് വരുന്ന ഗുണവിശേഷതയൊന്നും നിന്റെ പാരമ്പര്യത്തിന്റെ അല്ല, യേശുക്രിസ്തു എന്ന രക്ഷകനിൽ നിന്നാണ് സകല അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ മത്സരം ഒരു സ്വഭാവമാണെന്നാണ് ബൈബിൾ പറയുന്നത്. മത്സരം ഒരു സ്വഭാവമാണ്. ഈ ചിലർ, നിങ്ങൾ ഈ സ്വഭാവത്തിൻ്റെ കുഴപ്പം ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ലയോ, ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പം, വീട്ടിൽ വരുമ്പം ഭാര്യ പറയും, പിന്നെ നിങ്ങളുടെ മോനെ എനിക്ക് വളർത്താൻ പറ്റത്തില്ല കേട്ടോ, നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ അപ്പൻ്റെ സ്വഭാവവും നിങ്ങളുടെ അപ്പൻ്റെ സ്വഭാവവും പിന്നെ അപ്പൻ്റെ സ്വഭാവവും ഉണ്ട്. മിണ്ടുന്നില്ല. അപ്പോൾ തിരിച്ച് പുള്ളിക്കാരൻ പറയുവാണെങ്കിൽ പിന്നെ അവരുടെ വീട്ടിലെ അപ്പച്ചന്മാരുടെ പേരാ പറയേണ്ടി. പക്ഷെ പുള്ളി ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യം കേൾക്കണോ, മോളെ നിന്നെപ്പോലൊരു നല്ല ഭാര്യയെ കിട്ടിയോണ്ട് ഹല്ലേലൂയ, ഇവനെ വളർത്താൻ ഒരു പ്രശ്നവുമില്ല. അന്ന് നിനക്ക് ചായയും കിട്ടും, ഉടുപ്പായും ചെയ്തു തരികയും ചെയ്യും. മിണ്ടുന്നില്ല. ഭർത്താക്കന്മാരോട് ഞാൻ പറഞ്ഞു തരിക, ഹല്ലേലൂയ, സ്ത്രീകളോടുകൂടെ സൂക്ഷിച്ച് ജീവിക്കണം, പ്രാർത്ഥിച്ച് ജീവിക്കണം, ഹല്ലേലൂയ, കരുതി ജീവിക്കണം. അല്ലേ വലിയ പ്രശ്നമാണ്. സ്ത്രീയെ ഒതുക്കാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കാൻ തോന്നിയ പല അച്ചായന്മാരും ഒതുങ്ങിപ്പോയി. അങ്ങനെ ആകാതെ ഹല്ലേലൂയ, അവരെ കൊച്ചു കാര്യത്തിലൂടെ അവരെ എല്ലാ കാര്യങ്ങളും കർത്താവ്, ചില ഭർത്താക്കന്മാരുണ്ട് ചിരിച്ചോണ്ട് എല്ലാ കാര്യവും ഭാര്യയോട് കണ്ടു ചെയ്യിപ്പിക്കും. മിണ്ടുന്നില്ല. ഒരു ദിവസം ഒരു പുള്ളിക്കാരൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായപ്പം പുള്ളി ഇറങ്ങി വെളിയിൽ പോയി. തിരിച്ച് വീട്ടിലോട്ട് കയറാൻ വേണ്ടി പറ്റുന്നില്ല. കയറുമ്പോൾ എന്തോ ആ പ്രതികരണം എന്നറിയത്തില്ല. പുള്ളി വലത്തെ കൈയെടുത്ത് ഇടത്തെ തോളത്ത് വെച്ചോണ്ട് വന്നു. അയ്യോ, ഇച്ചിരി വിക്സ് തോളത്തും തൂത്തേ, അയ്യോ എന്നാ വേദനയാണോ. ആ വിക്സ് തൂക്കുന്നതോടെ എല്ലാ പ്രശ്നവും തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചെന്ന് കേട്ടെ. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കുടുംബത്തിനകത്ത് സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. ചിലർ വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാണ്. ചിലർക്ക് ഭയങ്കരമായിട്ട് ബോംബിട്ടച്ച് മാറി ചിരിച്ചുകൊണ്ടിരിക്കും, നടന്നു പൊട്ടും ബോംബ് ഇങ്ങനെ. അപ്പം ചിലരെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, നട്ടാ കളിക്കാത്ത കള്ളം പറഞ്ഞോളി. ചിലരെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, കല്ല് വെച്ച നുണ പറഞ്ഞോളി. മനസ്സിലായി? ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് സാരം ഇതെല്ലാം ജഡത്തിൻ്റെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം ജഡത്തിൻ്റെ പ്രവൃത്തി അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം മനുഷ്യ ജീവിതത്തിൽ നടമാടുന്ന കാര്യങ്ങളാണ്. അരുത്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മളിൽ ഒരാത്മാവിൻ്റെ പ്രവൃത്തി വെളിവായി വരണം. ഒട്ടും കേൾക്കത്തില്ല. അത് മാത്രമേ കേൾക്കത്തുള്ളൂ. എന്റെ യേശു സൗഖ്യം തരും. എവിടാ വീട്? എന്റെ വീട് നെരണം വടക്കും ഭാഗത്ത്. നരണംകാരിയായിട്ട് യേശു ഒന്ന് തൊടാൻ പോവാ. നരണംകാരിയെ കർത്താവിന് ഭയങ്കര ഇഷ്ടം. കയറി വന്നാണ്. ഹല്ലേലൂയ. രോഗസൗഖ്യം കർത്താവാ ചെയ്യുന്നത്. നമ്മളതിനകത്ത് എന്റെ ഈ ഇടത്തെ ചെവിയാ പോയെ. 2 വർഷമായിട്ട് കേൾക്കത്തില്ല. ഇല്ല. അശാല് താഴ്പട്ടെ. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാന്നേ. ഹല്ലേലൂയ. കർത്താവ് ആ വലത്തെ ചെവി, കേൾക്കുന്ന ചെവി അടച്ചു പിടിച്ച, നല്ലതായിട്ട് പിടിച്ചോണം. യേശുവിന്റെ നാമം സൗഖ്യമാകട്ടെ. ചെറുതായിട്ട് കേൾക്കാം. ഇങ്ങോട്ട് നോക്കണേ, നമുക്ക് ചെറുതായിട്ട് കേൾക്കാം. അമ്മ ഇപ്പൊ പൂർണ്ണമായി സൗഖ്യമാകാം. യേശുവേ, ഈ അമ്മയുടെ കാത് തുറക്കട്ടെ, തുറക്കട്ടെ.
അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോ ആരുമില്ല. ആന്റി എന്തുവാ പേര്? ലീലാമോ. എവിടാ വീട്? നരണത്ത് എവിടാ? വളഞ്ഞവട്ടം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. എല്ലാം ആ ചെവി കൂടെ അല്ലേ കേട്ടെ? ആന്നു. തുറന്നോ? തുറന്നു. തുറന്നോ? തുറന്നു. ശരിക്കും തുറന്നു? തുറന്നു. ശരിക്കും കേൾക്കാം? കേൾക്കാം. 2 വർഷമായി ഒട്ടും കേൾക്കാത്ത ചെവി ഇപ്പൊ സ്പഷ്ടമായിട്ട് കേൾക്കാം. ദുഷ്ടൻ വിതച്ച കളയെ പിഴുക. ഓ നെയിം ഓഫ് ജീസസ്. സൗഖ്യമാക്കിയ യേശുവേ, സൗഖ്യമാക്കിയ യേശുവേ, സൗഖ്യമാക്കിയ യേശുവേ. ഞാനൊന്നും ചെയ്തിട്ടില്ല, യേശു ആത്തോട്ടെ. ഒരു നല്ല സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി 6 മാസത്തിൽ കൂടുതലായി അപ്ലൈ ചെയ്തിട്ട്. അപ്പം എക്സാം ഓൾറെഡി 24-ാം തീയതി എഴുതിയായിരുന്നു. അതിൻ്റെ റിസൾട്ട് 1 മാസം കഴിഞ്ഞേ വരത്തുള്ളെന്നാണ് പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് സൺഡേ പാസ്റ്ററിലൂടെ ദൈവാത്മാവ് സംസാരിച്ചു, ദൂത് പറഞ്ഞു, മൺഡേ മോർണിംഗിന് മുമ്പ് ഒരു അത്ഭുതം നടക്കുമെന്ന്. 12 ദിവസം ആയതേ ഉള്ളായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ട്. ഞായറാഴ്ച രാത്രി തന്നെ എൻ്റെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. പിന്നെ ഈ വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഒരു അത്ഭുത പ്രവൃത്തിയും കൂടെ സംഭവിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ സൗദിക്ക് പോകാനുള്ള വിസയും വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ സൗദിക്ക് ദൈവകൃപയാൽ കടന്നു പോകും. ഹല്ലേലൂയ. ദൈവം ഒരു പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നടത്തുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മകളാലും നിറയ്ക്കട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമല്ലേ? നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശു കൈവെക്കാൻ പോവാം. നിങ്ങളുടെ കടബാധ്യതകൾ കർത്താവ് തൊടാൻ പോവാം. നിങ്ങളുടെ പരാജയത്തെ യേശു തൊടാൻ പോവാം. കണ്ണുകളെ അടച്ചാൽ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാപത്താൽ ബന്ധിക്കപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്നവരെ ദൈവം കുരുക്കുകൾ അഴിച്ചു സ്വതന്ത്രമാക്കണം. ഇന്ന് കർത്താവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കൈ അവരുടെ രോഗമുള്ള ഭാഗത്ത് തൊട്ട് ആ ബന്ധനത്തെ എന്നേക്കുമായി നീക്കിക്കളയണം. നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയർ ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിക്ക് വേണ്ടി കൊടുത്ത് സഹായിക്കാം. താഴെ കാണുന്ന നമ്പറിൽ അഡ്രസ്സുകളിൽ വിളിക്കുക, ലെറ്റർ അയയ്ക്കുക, നിങ്ങളുടെ ഓഫറിങ്ങുകൾ എത്തിച്ചു തരിക. നമുക്കൊന്നിച്ച് കൈകോർക്കാം. നമ്മളിലൂടെ ലോകം മുഴുവൻ കർത്താവിൻ്റെ വേല പരക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലുമായിട്ടൊരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒന്നിച്ച് കാണാം, ഒന്നിച്ച് കൈകോർക്കാം, ഒന്നിച്ച് നിൽക്കാം, കർത്താവിനെ ഉയർത്താം, ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യം കൈവശമാക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. Jesus Voice TV was meeting at Chennai on March 23rd Saturday, time 9:30 am to 3 pm. Reverend Annie George ministering. Venue Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132, 99-611-59659.